ഫാത്തിമ ആവാ, ഖദീജ ആവാ, ഇതൊക്കെയാണ് ജീവിതം. ചെയ്തത് ഒരു യാത്ര പോയി. ആ യാത്ര പോയ സമയത്ത് താങ്കൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാം, താങ്കൾക്ക് ഈ പരമാനന്ദത്തിന്റെ വഴികളൊക്കെ തേടാം. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. അപ്പൊ അവരെയൊക്കെ വ്യക്തിയുടെ സ്വാതന്ത്ര്യം തീരുമാനിക്കുന്ന ആ വ്യക്തിയാണ് റൈറ്റ് ടു ട്രാവൽ എനിവെയർ ഇൻ ഇന്ത്യ. അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമ ആവാ, ഖദീജ ആവാ, ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ. പ്രസംഗവും തുടർന്നുണ്ടായ പ്രചാരണവും ഉമ്മയെ മാനസികമായി ഏറെ വേദനിപ്പിച്ചു എന്ന് മകൾ ജിഫാന മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പിന്നെ ഉമ്മാക്കൊരു എല്ലാരും കൂടുന്ന ഒരു വേദികളിൽ പോവാനോ അല്ലെങ്കിൽ ആരോട് സംസാരിക്കാൻ ഇടപഴകാനോ ഉമ്മാക്ക് പറ്റുന്നില്ല. ഇന്നലെ ഇവിടെ അടുത്തൊരു ബന്ധു മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട വീട്ടിൽ ഉമ്മാക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ആടുള്ള ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല. എന്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. ആ ഒരു സമയത്ത് ഉമ്മ അനുഭവിച്ചത് നമുക്ക് പറഞ്ഞങ്ങനെ തരേണ്ടത് അറിയില്ല. ഉമ്മ കരയായിരുന്നു ഇവിടുന്ന്. കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് ഉണ്ടായത്. നമ്മളൊരു എന്തോ തെറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത്. ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി. ആ യാത്ര പോയ സമയത്ത് ഉണ്ടായൊരു സന്തോഷം. ഉമ്മക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ആളല്ല. അതാണ് മത പണ്ഡിതന്റെ വാക്കുകൾ. 25 വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ചത് കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കാമോ, ഇങ്ങനെയൊക്കെ സന്തോഷിക്കാമോ, ഇങ്ങനെ പരമാനന്ദം കണ്ടെത്താമോ, ഇങ്ങനെ യാത്ര ചെയ്യാമോ എന്നൊക്കെയാണ് മതപണ്ഡിതൻ ചോദിക്കുന്നത്. ഭാര്യ മരണപ്പെട്ടാൽ മതമേതുമായിക്കോട്ടെ, ഈ പണ്ഡിതന്മാർ ഇരുട്ട് മുറികളിൽ ജലപാനമില്ലാതെ കഴിയുകയാണോ ഈ കാലത്ത് ഈ നാട്ടിൽ? അപ്പോൾ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യമാർ ഈ ആനന്ദമൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ കഴിയണമെന്നാണോ പറയുന്നത്? അപ്പോൾ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി, സമസ്ത AP വിഭാഗത്തിലെ മതപണ്ഡിതൻ, സുന്നി വോയിസിന്റെ എഡിറ്റർ, ഇപ്പോൾ നബീസുമ്മയുടെ മകൾ പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കണം. ആ കുടുംബത്തിനില്ലാത്ത എന്ത് പ്രശ്നമാണ് ആ കുടുംബത്തെ അറിയാത്ത താങ്കൾക്കുള്ളത്? താങ്കൾ ഇൻസ്റ്റയിൽ കണ്ട ഒരു റീൽ, താങ്കളും അത് ഇൻസ്റ്റയിലായിരിക്കുമല്ലോ കണ്ടിട്ടുണ്ടാവുക, താങ്കളും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ താങ്കൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാം, താങ്കൾക്ക് ഈ പരമാനന്ദത്തിന്റെ വഴികളൊക്കെ തേടാം. പക്ഷേ ഒരു സ്ത്രീ, അതും ഭർത്താവ് മരിച്ച സ്ത്രീയാണെങ്കിൽ ആ വഴികൾ തേടിക്കൂടാ എന്ന താങ്കളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ആ കുടുംബത്തിലെ ഒരു അംഗം, നബീസുമ്മയുടെ മകൾ, ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ സ്ത്രീ അവരുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം വർഷങ്ങളോളം മക്കൾക്ക് വേണ്ടി ജീവിച്ചു, കഷ്ടപ്പെട്ടു. അവർക്കൊരു യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു. അവരുടെ മക്കൾ കൊണ്ടുപോയി അവരുടെ ഒപ്പം അടിച്ചു പൊളിച്ചു. അവരവരുടെ ബന്ധപ്പെട്ട പേരുകൾ പറയുന്നുണ്ട് ആ റിയലിൻ്റെ അകത്ത്, വാ വിളിക്കുന്നുണ്ട് അവരെ. അവരുടെ ഒരു സന്തോഷമാണ് ആ മഞ്ഞ്. നമ്മൾ സാധാരണ മലയാളികൾക്ക് അത്ര പരിചിതമല്ല ഈ മഞ്ഞ് പെയ്യുന്ന കാണണം, അല്ല മഞ്ഞ് പെയ്യുന്നതിൻ്റെ അകത്തോടെ ചളി കിടക്കുന്നതൊക്കെ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ളൂ. അത് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. എല്ലാവർക്കും ഒന്നും അവിടെ എത്തിപ്പെടാനോ, പണം ഒരു പ്രശ്നമാണ്, ഹെൽത്ത് ഒരു ഇഷ്യൂ ആണ്, പോകാനുള്ള സമയപ്രശ്നം, ഇതൊക്കെ മൂലം പലരും വീട്ടിലും നാട്ടിലുമായിട്ടിരിക്കുന്നുണ്ട്. അപ്പം അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. അപ്പം അവരെയൊക്കെ വിളിക്കുകയാണ് നിങ്ങളും. കാരണം ചുരുങ്ങിയൊരു ജീവിതം. ഇവിടെ ഈ മതം പറയുന്ന ആൾക്കാരെ എനിക്ക് ചിരി വരുന്നത്, നമ്മൾ 2025 ജീവിക്കുന്നത്. മതപുരോഹിതൻ എന്ന് അവകാശപ്പെടുന്ന സുഹൃത്ത് പറയുന്ന കാര്യങ്ങൾ ഇത് ഏത് യുഗത്തിൽ നിന്നുണ്ട്? ഭർത്താവ് മരിച്ചു പോയെന്ന് വെച്ചുകൊണ്ട് അവരുടെ സന്തോഷങ്ങൾ കളയേണ്ട ആവശ്യമുണ്ടോ? പുരുഷന് സന്തോഷിക്കാവുന്ന പോലെ തന്നെ സ്ത്രീക്കും സന്തോഷിക്കാനുള്ള അവകാശമുണ്ട്. ഈ സ്ത്രീകൾക്കെതിരെ എന്താണ് ഇത്ര റെസ്ട്രിക്ഷൻ പറയുന്നത്? അതൊരു ചോദ്യം തന്നെയാണ്. അവർ ഈ ഭൂമിയിൽ ജനിച്ചവരല്ലേ? അവർ ഈ ഭൂമിയിലെ മനുഷ്യരല്ലേ? ഈ ഭൂമിയിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും ഈ ഭൂമി കാണാനും ഈ ഭൂമി കൂടെ യാത്ര ചെയ്യാനും സന്തോഷിക്കാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ ഓരോരോ മതപുരോഹിതർ എന്ന് അവകാശപ്പെടുന്നവർ ഓരോരോ റെസ്ട്രിക്ഷനുമായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം ചിലർ വന്ന് പറയും അത് ഞങ്ങളുടെ ആൾക്കാരോടല്ലേ പറയുന്നത്, നിങ്ങളോടല്ലല്ലോ. ഇപ്പം ഈ ഞങ്ങളുടെ ആൾക്കാരോടെന്ന് പറയുമ്പം ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മുഖ്യധാരാ മാധ്യമങ്ങളിലോട്ട് വരുമ്പോഴാണ് ജനങ്ങൾ, പബ്ലിക് അവരിതിനോട് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ ഈ വീഡിയോസ് ഞാനോ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള മറ്റുള്ളവരോ ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് അല്ല. അതാദ്യം മനസ്സിലാക്കണം ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ. ഇപ്പം ഈ ഒരു സ്ത്രീ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അവരെ ഇങ്ങനെ വിമർശിക്കുന്ന എന്തിനാണ്? അവർക്ക് എന്തുമാത്രം വിഷമം തോന്നും. ഒരു പ്രായമായ സ്ത്രീ അവർ സന്തോഷിക്കുന്നു. ഈ മതപുരോഹിതർ എന്ന് അവകാശപ്പെടുന്നു ഈ റീൽസൊക്കെ നോക്കുന്നുണ്ട്. അവർക്ക് അവരുടെ റീൽസ് നോക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്നതിന് അവർക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല. അത് അവിടെ റെസ്ട്രിക്ഷൻ ഇല്ല. ഇതുണ്ട് ഒരു വിഭാഗം ഇത് ജെൻഡർ വേസ് തിരിക്കുവാണ്. പുരുഷനെല്ലാം സ്ത്രീക്കൊന്നും ആകാൻ പാടില്ല. അതത്ര നല്ലൊരു കാര്യമല്ല. ഇത് ആളുകൾക്കിടയിൽ വിമർശനങ്ങൾ ഉണ്ടാക്കും. ഇതിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും കാണും. പക്ഷെ വിയോജിക്കുന്നവരായിരിക്കും കൂടുതലും ഈ മതപുരോഹിതരെന്ന് അവകാശപ്പെടുന്നവർ പറയുന്ന കാര്യങ്ങളോട്. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യയിൽ ജീവിക്കുമ്പം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും
ഇഷ്ടമുള്ളിടത്ത് ജീവിക്കാനുള്ള റൈറ്റ് നമുക്ക് നമ്മുടെ ഭരണഘടന നൽകിയിട്ടുണ്ട്. ഈ മതപുരോഹിതരെന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾ, അതിപ്പം ഹിന്ദു മതമാണെങ്കിലും ക്രൈസ്തവ മതമാണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം ഈ ഭരണഘടന മതത്തിന് മുകളിലാണ്. പക്ഷെ ഇവരുടെ വിചാരം ഭരണഘടന, നിയമം ഇതൊക്കെ മതത്തിന് താഴെയാണ്. നിങ്ങൾക്ക് തെറ്റി, ഇതിൻ്റെ മുകളിലാണ്. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം തീരുമാനിക്കുന്ന ആ വ്യക്തിയാണ്, മതപുരോഹിതരല്ല. മനുഷ്യനായിട്ട് രൂപീകരിച്ചതാണ് മതം. എന്തിനാണ്? നമ്മളൊക്കെ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ വേണ്ടിയാണ്. മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും വരുമ്പോൾ ഒരു ശക്തി മുകളിലുണ്ട്. ആ ശക്തി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടും. ആ ശക്തിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തിക്കിട്ടും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളത് ഈ മതത്തിൽ നിലനിൽക്കുന്നത്. ഹിന്ദു മതമാണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും എല്ലാത്തിൻ്റെ അണ്ടറിൽ നിൽക്കുന്നവർ സ്വസ്ഥതയും സമാധാനവും സന്തുഷ്ടമായ ജീവിതത്തിന് വേണ്ടിയാണ്. അല്ലാതെ ഒരു വ്യക്തിയുടെ സന്തോഷവും സമാധാനവും നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി അല്ല മതങ്ങൾ. അത് ഈ മതപുരോഹിതർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരിപ്പോഴും ചിന്തിക്കുന്നത് ഞങ്ങൾ പിടിക്കുന്ന കടിഞ്ഞാൻ്റെ അകത്താണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ ഫ്രീഡം എന്തുമാത്രം, നിങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം എന്തുമാത്രം, നിങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യം എന്തുമാത്രം എന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞങ്ങളാണ് നിശ്ചയിക്കുന്നത് എന്നൊരു തെറ്റായ ധാരണയുണ്ട്. റൈറ്റ് ടു ട്രാവൽ എനിവെയർ ഇൻ ഇന്ത്യ, അതാണ് ഈ സ്ത്രീ ഇന്ന് യാത്ര ചെയ്ത് അവിടെ പോയി എൻജോയ് ചെയ്യുന്നത്. അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്നുള്ള കാര്യം മതപുരോഹിതർ മനസ്സിലാക്കുക. ആ ഒരു സ്ത്രീയെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ പരിശോധിക്കണം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.